ചോദ്യത്തിനുമേലും ചോദ്യങ്ങൾ, ഒന്ന് തീരുമ്പോൾ ഒന്ന്, അത് തീരുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ അങ്ങനെ ഉത്തരങ്ങളില്ലാതെ ചോദ്യങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ആകെ മൊത്തം ഒരു ചിരി പരന്നു. ചോദ്യങ്ങൾക്ക് മറുപടി ചിരി. ചിരി എപ്പോഴൊക്കെയോ അട്ടഹാസമായി, പിന്നെ ചിലപ്പോൾ പരിഹാസമായി. ഈ ചിരിയെല്ലാം കേട്ടിരുന്ന് ഉള്ളിൽ അമർത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചവർ. ഒരു സിനിമാ കഥയുടെ തിരക്കഥ വായിച്ചതല്ല കട്ട് ആൻഡ് റൈറ്റ്. സിനിമാ കഥയെയും വെല്ലുന്ന ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സുമുള്ള യഥാർത്ഥ കഥയുടെ ഇൻട്രോ ആണിത്. സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനമാണ് വേദി. PR കുരുക്കിൽ പെട്ടുപോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന വിവാദ അഭിമുഖത്തിൽ മൗനം പൂണ്ടിരിക്കുകയായിരുന്നു. ചാനൽ ചർച്ചകളിൽ CPM ഔദ്യോഗിക പ്രതിനിധികൾ ന്യായീകരിച്ചു വിയർത്തിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചേയില്ല. മൂന്നാം നാൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതല്ലാതെ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടിയ സംശയങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. വിവാദങ്ങൾ കൊഴുത്ത് 3 നാൾ കഴിഞ്ഞ് ഇനിയും മറുപടി പറയാതെ തരമില്ലെന്നായപ്പോൾ കാത്തിരുന്ന വാർത്താ സമ്മേളനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. ദ ഹിന്ദുവിൽ മുഖ്യൻ പറഞ്ഞ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അഭിമുഖത്തിൽ ചേർത്തത് കൈസൺ എന്ന PR ഏജൻസിയാണെന്ന് പറഞ്ഞ് പത്രം നേരത്തെ തടിതപ്പിയിരുന്നു. അതോടെ ചൂട് പിടിച്ച രംഗം അണയ്ക്കാൻ കൈസനെ അറിയില്ലെന്ന് മുഖ്യനും പറഞ്ഞു. പക്ഷെ അതിപ്പോൾ അതിലും വലിയ കുരുക്കായി. ഞങ്ങൾ ഒരു ഏജൻസിയെയും ഒന്നിനും ഏർപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. ഞാൻ പറയാത്തത് ദ ഹിന്ദു എന്ന പത്രം എഴുതി, അതിനവർ മാപ്പും പറഞ്ഞു, മാന്യത കാണിച്ചു. ഇങ്ങനെ നീണ്ടു ആ ക്ലാരിഫിക്കേഷൻ. പക്ഷെ വീണെടുത്ത് കിടന്ന് ഉരുണ്ടപ്പോൾ ഒരു ഏടാകുടുക്ക് മൂപ്പർ പറഞ്ഞു വെച്ചു. അതായത് കയർഫെഡ് ചെയർമാനും CPM-കാരനും ഹരിപ്പാട് മുൻ MLA-യുമായ TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം പറഞ്ഞിട്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തതെന്ന്. ആ ചെറുപ്പക്കാരൻ വലിയ രാഷ്ട്രീയ നിലപാടുള്ളയാളാണെന്നും ചെറുപ്പം മുതലേ അറിയാമെന്നും തുടങ്ങി കുറച്ച് വിശദീകരണവും. അപ്പോൾ വന്നു വീണ്ടും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യം. അങ്ങനെയെങ്കിൽ പറയാത്തത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? സുബ്രഹ്മണ്യത്തിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചോ? അങ്ങനെ പോയി ചോദ്യങ്ങൾ. എന്നാൽ അയാൾ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല എന്ന ഒരു അലസ മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യൻ ചോദ്യത്തെ നേരിട്ടു. പക്ഷെ ഒന്നുണ്ട്, അവിടെ നിന്നും തെറ്റി. കോമൺ സെൻസ് ഉള്ള ആർക്കും ദഹിക്കാനാവാത്ത ഒരു ഉത്തരമിട്ട് തടിതപ്പാനുള്ള ശ്രമം സ്ഥിതി കൂടുതൽ വഷളാക്കി. അതായത് ഒരാൾ വന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ദ ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തൂടെ എന്ന്. അതിന്റെ പുറത്ത് മാത്രം പിണറായി വിജയൻ മറ്റ് തിരക്കിട്ട മീറ്റിങ്ങുകൾക്കിടയിലും ഒരു അഭിമുഖം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അതായത് CPM കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ യോഗവും നടക്കുന്ന വളരെ തിരക്കുള്ള ആ ദിവസം തന്നെ അഭിമുഖം കൊടുക്കുന്നു. എന്നാൽ അടുത്ത ട്വിസ്റ്റ്, അഭിമുഖത്തിനിടയ്ക്ക് ഒരാൾ കയറി വരുന്നു, മുഖ്യമന്ത്രിക്ക് ചാരെ നിലയുറപ്പിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രിക്ക് അയാളെ മനസ്സിലായില്ല, ആരാണെന്ന് എനക്കറിയില്ലെന്ന്. പക്ഷെ ഏതോ ഏജൻസിയുടെ ആളാണെന്ന് പിന്നീട് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഒരു സ്റ്റേറ്റിന്റെ അധിപനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലം, ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്ന ഇടം, സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഗൗനിക്കാതെ അവിടേക്ക് ആരോ കയറി വരുന്നു. എത്ര വിചിത്രമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ? ശേഷം സ്ക്രീനിലാണ്. അതായത് ഒരു ജില്ലയാകെ, എന്തിനേറെ കേരളമാകെ കത്തിക്കാൻ പാകത്തിലുള്ള വളരെ സെൻസിറ്റീവായ വിഷയമുണ്ടായിട്ട് അത് ഉൾപ്പെടുത്തി അതിന് സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്തവർക്കെതിരെ, മലപ്പുറം ജില്ലയെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഇടമാക്കി മാറ്റിയവർക്കെതിരെ യാതൊരുവിധ നടപടിയുമില്ല. അത് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, കാലങ്ങളായി മോദിക്ക് വേണ്ടി PR പണിയെടുക്കുന്ന കൈസൺ എന്ന ഏജൻസിയോട് എന്താണ് മുഖ്യമന്ത്രിക്ക് താല്പര്യം? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ചോദ്യങ്ങളെ പതിവില്ലാത്ത ചിരി കൊണ്ട് മയക്കുന്ന ആ ഏർപ്പാടുണ്ടല്ലോ, അതൊട്ടും ഭംഗിയായില്ല, ഒട്ടും ദഹിക്കുന്നുമില്ല. ഇനി കൈസനിലേക്ക് വന്നാൽ, കൈസന്റെ സ്ഥാപകനും CEO-യുമായ വിനീത് ഹാണ്ടയാണ് അഭിമുഖത്തിനിടയിലേക്ക് കയറി വന്ന ആ രണ്ടാമൻ. അതായത് മുഖ്യമന്ത്രിക്ക് ആദ്യം മനസ്സിലാകാതിരുന്ന ആ ആൾ. ഇവിടെ പ്രശ്നം അതുമല്ല, ഒരു കമ്പനിയുടെ CEO തന്നെ നേരിട്ടെത്തുന്നു, അഭിമുഖത്തിനിടയ്ക്ക് കയറി അവിടെ ഇരിക്കുന്നു. അപ്പോൾ അതിനു മാത്രം അയാൾക്ക് ഇതുമായി എന്താണ് ബന്ധം? മുഖ്യമന്ത്രിയുമായി എന്താണ് ഇത്ര ബന്ധം? ഇനി മറ്റൊന്ന്, ഇന്റർവ്യൂ തരപ്പെടുത്തിയ മുഖ്യൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ ആ വിവാദ ഭാഗം ദ ഹിന്ദു ലേഖിക ശോഭന K. നായരോട് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ സുബ്രഹ്മണ്യം കൈസനുമായി സഹകരിക്കുന്നയാളാണ്. ഇത് അയാൾ തന്നെ ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റിൽ പറഞ്ഞതാണ്. അതായത് കൈസൻ എന്ന സംഖ്യകൾക്ക് കുട പിടിക്കുന്ന ഒരു ഏജൻസിയുമായി ഇടപാടുകൾ നടത്തുന്ന ഒരാൾ എന്തിനാണ് ഇത്തരത്തിലൊരു ഭാഗം കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് പിടികിട്ടി. കൈസൻ എന്ന PR ഏജൻസി സംഘി പ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് 1 മാസമായി.
മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനുള്ള ശ്രമം നേരത്തെ തുടങ്ങി എന്നർത്ഥം. സെപ്റ്റംബർ 21 വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിനെയും ഹവാല ഇടപാടിനെയും കുറിച്ച് ഉന്നയിച്ച പരാമർശങ്ങൾ കൈസൻ അതിനു മുമ്പേ മാധ്യമങ്ങൾക്ക് എഴുതി കൊടുത്തിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ മലപ്പുറത്തെക്കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് തിടുക്കമിട്ട് ദ ഹിന്ദുവിൽ അങ്ങനെ ഒരു അഭിമുഖം പ്രത്യക്ഷപ്പെട്ടതും മലപ്പുറം വിവാദ പരാമർശം കുത്തിക്കയറ്റിയതും. തിരികെ കയറ്റലിന്റെ ഈ അജണ്ട സ്വന്തം പാളയത്തിൽ തന്നെയാണ് നടന്നത് എന്ന രഹസ്യമാണ് ഇപ്പോൾ പുറത്തായത്. മുഖ്യമന്ത്രി ഇത് മുൻകൂട്ടി കാണണമായിരുന്നു. ഇനി കണ്ടിട്ടും കാണാതെ കണ്ണടച്ചിരുട്ടാക്കുകയാണെങ്കിൽ സംഘപരിവാർ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന പുതിയ കാല കമ്മ്യൂണിസ്റ്റ് എന്ന തന്റെ അഭിധാനം അഭിമാനപൂർവ്വം ഏറ്റെടുക്കാം. അതിൽ അത്ഭുതവുമില്ല. കേരളത്തിന്റെ ക്രമസമാധാനം ഒരൊറ്റ പേരുകൊണ്ട് ഇല്ലാതായിട്ടുമുണ്ട്. എന്തായാലും ഉത്തരം മുട്ടുമ്പോൾ അങ്ങ് ചെയ്യുന്ന ഈ ചിരിയജ്ഞമുണ്ടല്ലോ, മഹാബോറാണത് മുഖ്യമന്ത്രി. അങ്ങേയറ്റം നിരാശാജനകമാണ്, ഖേദകരവുമാണ്. അൻവറിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അമരേഷ് പുരിയിൽ നിന്നും ഇന്നസെന്റിലേക്കുള്ള മാറ്റം ഗംഭീരമായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്. ഇത് PR ഏജൻസികൾ പഠിപ്പിച്ചു തന്നതാണെന്ന് ഏതെങ്കിലും ശുദ്ധാത്മാക്കൾ വിചാരിച്ചു പോയാൽ തെറ്റു പറയാനാവില്ല.